ഗുണന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്. ഇതില് തുകകളുടെ ഗുണനഫലം എന്ന കണ്ടന്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം തന്നെ ഞാനൊരു ചതുർഭുജം വരയ്ക്കാം. ഒരു ചതുരമാണ്. 26 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം. അപ്പോ അങ്ങനെ വരുന്ന ഒരു ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഇവിടെ എന്താണ് പരപ്പളവ്? അതൊക്കെ 26 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുള്ള ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? 26. അപ്പോ ഞാൻ മറ്റൊരു ചതുരം വരയ്ക്കാം. ഈ 26 ഞാൻ 20 വരച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകും. അപ്പോ 20 ഇവിടെ വരെ 20 ആണ്. 20 വെച്ചിട്ട് ഞാൻ ഈ ഒരു ചതുരത്തിനെ മുറിക്കാൻ പോകും. അപ്പൊ ഇവിടെ വരെയുള്ള നീളം എന്താണ്? ഇപ്പോൾ 20 ആയി. ഇവിടെ വരെയുള്ള 6 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര? 26 സെന്റിമീറ്റർ ആണല്ലോ. അപ്പോ ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് അധികം ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? നീളം എന്താണ്? 20, വീതി 5. അപ്പൊ 20 × 5 ആണല്ലോ. ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? 6 × 5. അപ്പൊ ഈ മൊത്തം ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഇത്രയും ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് അധികം ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ഞാനത് ഈ ഒരു സംഖ്യ വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. 26 നമുക്ക് എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, കുറിക്കാൻ പറ്റും? 20 + 6 എഴുതിക്കൊള്ളും. 20 + 6 ബാക്കി × 5. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഗുണിക്കുന്നത്? 20-നെ 5-ലെ 5-മായി ഗുണിക്കും. അധികം 6 × 5 ചെയ്യും അല്ലെ? അപ്പൊ 20 × 5 എന്ന് പറഞ്ഞാൽ 20 × 5 അധികം 6 × 5. ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? 20 × 5 6 × 5 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ചതുരത്തിന്റെ മൊത്തം പരപ്പളവ് കിട്ടും. അത് തന്നെ നമ്മൾക്ക് സംഖ്യ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ 20 × 5 + 6 × 5 കൂട്ടുമ്പോൾ എന്തായിരിക്കും? ആ മൊത്തം ചതുരത്തിന്റെ പരപ്പളവ് കിട്ടും. അപ്പൊ നമുക്ക് ഇതുപോലെ മറ്റൊരു ചതുരം ഞാൻ വരയ്ക്കാം. സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരമാണ്. അപ്പൊ ഈ ഒരു ചതുരത്തിനെ ഞാൻ 26 സെന്റിമീറ്റർ നീളത്തിന് ഞാൻ 20 + 6 എന്നുള്ള രീതിയിൽ മുറിക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്താ 26 എന്നുള്ളത്? ഇത്രയും ഈ നീളം മുതൽ ഇവിടെ വരുന്നത് 20 സെന്റിമീറ്ററും ഇവിടെ മുതൽ ഇവിടെ വരുന്നത് എന്താണ്? 6 സെന്റിമീറ്ററും ആണ്. 15 സെന്റിമീറ്റർ വീതിയെ ഞാൻ 10 + 5 എന്നുള്ള രീതിയിൽ മുറിക്കുകയാണ്. അപ്പോ കാണുന്നുണ്ടോ? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം എന്താണ്? 10 സെന്റിമീറ്ററും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം എന്താണ്? 5 സെന്റിമീറ്ററും ആയിട്ട് ഞാൻ മുറിച്ചു. അപ്പൊ ഈ ഒരു മൊത്തം ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ 4 ചതുരങ്ങൾ കിട്ടിയില്ലേ? ചതുർഭുജങ്ങൾ
നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ 20 × 10 എന്ന് എഴുതാം. അതായത് ഇവിടെ രണ്ട് തുകകളുടെ വ്യത്യസ്തമായ രണ്ട് തുകകളുടെ ഗുണനമല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് തുകകളുടെ ഗുണനം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ തുകകളുടെ ഓരോ നമ്പർ ഓരോ സംഖ്യകളെയും മറ്റേ തുകയുടെ ഓരോ സംഖ്യകളുമായിട്ട് ഗുണിച്ച് അതിന്റെ തുക കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സംഖ്യകളുടെ 20നെ നമുക്ക് 10ഉമായിട്ട് ആദ്യമേ ഗുണിക്കാം. ഈ തുകയിലെ ഈ 20നെ 5ഉമായിട്ട് ഗുണിക്കാം. 20 × 5. അപ്പൊ ഇതിന് രണ്ട് സംഖ്യകളൊക്കെ ഇതിനെ ഒരു സംഖ്യ രണ്ട് സംഖ്യകളുമായിട്ട് ഗുണിച്ചു. ഇനി അടുത്ത സംഖ്യ എടുക്കാം. 6നെ നമുക്ക് 10ഉമായിട്ട് ഗുണിക്കും. ഈ 6നെ 5ഉമായിട്ട് ഗുണിക്കാം. എന്നിട്ട് ഇതിനെ എല്ലാം തുക എടുക്കാം. അപ്പൊ നമ്മൾ എന്താ പ്ലസ് എടുത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇതിന്റെ പരപ്പളവ് മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല് വ്യത്യസ്തമായ രണ്ട് തുകകളുടെ ഗുണനം എന്ന് പറയുന്നത് ആദ്യത്തെ തുകയിലെ രണ്ട് സംഖ്യകളും രണ്ടാമത്തെ തുകയിലെ രണ്ട് സംഖ്യകളും തമ്മിലുള്ള ഗുണനത്തിന്റെ തുകയായിരിക്കും. മനസ്സിലായോ?